നമസ്കാരം, ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ അബ്കാരി അധാർമിക സംഘത്തിന്റെ വിളനിലമായി മാറിയെന്ന് ബെന്നി ബെഹനാൻ MP. 3.5 കോടി ജനങ്ങൾക്കുമേൽ 6 ലക്ഷം കോടി കടബാധ്യതയുണ്ടാക്കിയതാണ് ഇടതു സർക്കാരിന്റെ വികസനമെന്നും ബെന്നി ബെഹനാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് ധർണ. ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. നെല്ല് സംഭരണവും വിലവിതരണവും വേഗത്തിലാക്കും. പാലക്കാട് നല്ലേപ്പള്ളി താമരച്ചിറയിൽ കർഷകരുമായി മന്ത്രിയുടെ സംവാദം. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമം രാജ്യത്ത് ശക്തിപ്പെടുകയാണെന്നും ഹമീദ് വാണിയമ്പലം. തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ ഏതു പാർട്ടി ചർച്ചയ്ക്ക് വന്നാലും വാതിൽ തുറന്നു തന്നെ ഇരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നും ഇതിൽ മാറ്റമുണ്ടാകാമെന്നും റസാഖ് പാലേരി. തകർച്ചയിലായ മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിന് ശാപമോക്ഷം. 90 ലക്ഷം രൂപ ചെലവിൽ 2.5 കിലോമീറ്റർ പാത നവീകരിക്കും. നിറവേറുന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം. പൂരത്തിൽ ആറാടി തൃശൂർ. കൊട്ടിക്കയറി മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും. വിസ്മയം തീർത്ത് വർണ്ണക്കുടമാറ്റം. മണ്ണിലും വിണ്ണിലും പൂരം മാത്രം. പതിവരാ കാഴ്ചകളിൽ ലയിച്ച് 10,000. വാർത്തകൾ വിശദമായി. ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ അബ്കാരി അധാർമിക സംഘത്തിൻ്റെ വിളനിലമായി മാറിയെന്ന് ബെന്നി ബെഹനാൻ MP. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബെന്നി ബെഹനാൻ. ഒരു വശത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിക്കാർ കൊണ്ട് നിറയുന്നു. ഈ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ തെറ്റുകളുടെയും കേന്ദ്രമായി അഴിമതിക്കാർക്കും കച്ചവടക്കാർക്കും അക്രമകാരികൾക്കും ലഹരി വ്യാപനം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കും കടന്നു ചെല്ലാൻ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധപ്പതിച്ചിരിക്കുന്നു. 3.5 കോടി ജനങ്ങൾക്കുമേൽ 6 ലക്ഷം കോടി കടബാധ്യതയുണ്ടാക്കി വെച്ചതാണ് ഇടതു സർക്കാരിന്റെ വികസനമെന്നും ബെന്നി ബെഹനാൻ ആരോപിച്ചു. ജീവനക്കാരുടെ ശമ്പളവും DAയും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെയും പെൻഷൻ നൽകാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ല് സംഭരിച്ച വകയിൽ 600 കോടി നൽകാനില്ലാത്ത സർക്കാരാണ് 100 കോടിയിലധികം രൂപയുടെ ധൂർത്ത് നടത്തി വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. ആശമാരുടേതുൾപ്പെടെ ആരോഗ്യ സാമൂഹിക മേഖലകളെ സംരക്ഷിക്കുന്ന വിഭാഗങ്ങളോട് പുച്ഛവും അവഹേളനവും നടത്തുന്ന സർക്കാർ വാഗ്ദാനങ്ങളുടെയും വാഗ്ദാന ലംഘനങ്ങളുടെയും വികസനമാണ് നടത്തുന്നത്. വാർഷികാഘോഷത്തിൽ പ്രഭാത വിരുന്നിനും ചർച്ചയ്ക്കുമെത്തുന്ന പൗരപ്രമുഖരുടെ മാനദണ്ഡം എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. UDF കൊണ്ടുവന്ന നേട്ടങ്ങളല്ലാതെ ഒന്നും LDF നടപ്പാക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ആർജവമായ വിഴിഞ്ഞത്തെ ഒരു വ്യാഴവട്ടക്കാലത്തെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാനാവില്ല. മകൾക്കും കുടുംബത്തിനുമെതിരായ കേസുകൾ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രിയുടെ കാൽക്കൽ വീഴുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ചെയ്യുന്നതെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, മുൻ മന്ത്രി VC കബീർ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, KPCC വക്താവ് സന്ദീപ് വാര്യർ, സുമേഷ് അച്യുതൻ, P ബാലഗോപാൽ, KA തുളസി, G ശിവരാജൻ, PV രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരങ്ങളുടെ പൂരത്തിൽ ആറാടി തൃശൂർ. മണ്ണിലും വിണ്ണിലും കാഴ്ചകൾ നിറച്ച് ഒരിക്കൽ കൂടി പൂരം ഉത്സവപ്രേമികളുടെ മനം കവർന്നു. കൊട്ടിക്കയറി മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും. വൈകുന്നേരം വർണ്ണക്കുടകൾ. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പോടെ തൃശ്ശിവപേരൂർ പൂരച്ചടങ്ങുകളുടെ പതിവുകളിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ചെമ്പൂക്കാവ് ഭഗവതി, പനമുക്കുപിള്ളി ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കൊട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിൽ എഴുന്നള്ളിപ്പുകൾ വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു.
11:30 തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തെക്കേ മഠത്തിന് മുന്നിലെത്തിയപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചു. ആയിരങ്ങളാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണാൻ തടിച്ചുകൂടിയത്. കോങ്ങാട് മധുവായിരുന്നു പ്രമാണം. പാറമേക്കാവിൽ നിന്ന് ഉച്ചയ്ക്ക് 12-ന് ശേഷം ആരംഭിച്ച എഴുന്നള്ളിപ്പിന് ചെമ്പടമേളം അകമ്പടിയായി. വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ ഇലഞ്ഞിത്തറ മേളമായി ഇത് മാറി. കിഴക്കൂട്ട അനിയന്മാരാർ പ്രമാണം വഹിച്ചു. വൈകിട്ട് 5:30 തെക്കേ നടയിൽ കുടമാറ്റം തുടങ്ങി. വിസ്മയം തീർത്ത കുടമാറ്റം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പൂരനഗരിയിൽ തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. പാലക്കാട് നല്ലേപ്പള്ളി താമരച്ചിറയിൽ കർഷകരോട് സംവദിക്കുകയായിരുന്നു മന്ത്രി. നെല്ല് സംഭരണവും വിലവിതരണവും വേഗത്തിലാക്കുമെന്നും മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് മന്ത്രിക്ക് മുന്നിലെത്തിയത്. പല പരാതികളും കേൾക്കുകയല്ലാതെ നടപടിയില്ല. വാഗ്ദാനം മാത്രമാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് കർഷകർ പരാതിപ്പെട്ടു. ഫുഡ് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങളിൽ ചിലത് കർഷകർക്ക് വിനയാകും. എന്നാൽ അത് നടപ്പിലാക്കാതിരിക്കാനാകില്ല. നെല്ല് ഏറ്റെടുത്ത മില്ലുകാർക്കും കുടിശ്ശികയുണ്ട്. ഇക്കാര്യം പരിഗണിക്കണമെന്ന് മില്ലുടമകളും ആവശ്യപ്പെട്ടു. കർഷകരക്ഷയ്ക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി GR അനിൽ ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകി. നെല്ല് സംഭരണവും വിലവിതരണവും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി K കൃഷ്ണൻകുട്ടിയും സംവാദത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഹമീദ് വാണിയമ്പലം ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി അമിത്ഷായുടെയും പിൻബലത്തോടുകൂടി കശ്മീരികൾക്കെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഈ കാശ്മീർ സംഭവത്തെ പ്രയോജനപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച, നമ്മുടെ ഭരണകൂടത്തിന്റെ പരാജയം, 1000-ലധികം വരുന്ന ആളുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അത്രയും സഞ്ചാരികളുള്ളൊരു പ്രദേശത്ത് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താത്ത സുരക്ഷാ വീഴ്ചയും മറ്റു പല നിഗൂഢതകളും ഇതിന്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ സുരക്ഷാ വീഴ്ചയും എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ജാഥ ക്യാപ്റ്റനും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റുമായ റസാഖ് പാലേരി, മൊയ്തീൻകുട്ടി മാസ്റ്റർ, മുജീബ് ആലിക്കൽ, ജോസഫ് ജോൺ, ഖാലിദ്, മോഹൻദാസ്, KC നാസർ, ഷക്കീല, മുജീബ് റഹ്മാൻ, ആബിദ് ഹുസൈൻ, രസ്ന തുടങ്ങിയവർ സംസാരിച്ചു. നാടിൻ്റെ നന്മയ്ക്കായി നമ്മൾ ഒന്നാകണമെന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്
റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്ര കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത്. സ്വീകരണത്തിന് മുന്നോടിയായി പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര കൽപ്പക സ്ട്രീറ്റിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ ഏതു പാർട്ടി ചർച്ചയ്ക്ക് വന്നാലും വാതിൽ തുറന്നു തന്നെ ഇരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പദയാത്ര ഒറ്റപ്പാലത്തെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് റസാഖ് പാലേരി പറഞ്ഞു. അതിന് പാർട്ടി സജ്ജമാണ്. സാഹചര്യത്തിൽ മാറ്റം വരുത്താനും പാർട്ടി തയ്യാറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ പ്രാദേശികമായി ഏതു മുന്നണിക്കൊപ്പം നിൽക്കാനും വെൽഫെയർ പാർട്ടി ഒരുക്കമാണെന്നും റസാഖ് പാലേരി പറഞ്ഞു. CPMന്റെ ചില നിലപാടുകളിൽ മാറ്റം വരണം. UDFO LDFO ചർച്ചയ്ക്ക് വന്നാൽ വാതിൽ തുറന്നു തന്നെ ഇരിക്കുമെന്ന് റസാഖ് പാലേരി കൂട്ടിച്ചേർത്തു. ആദ്യ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ LDFുമായി തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് നടത്തി ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സഖാവായിരുന്നു ആ ചർച്ചകൾക്കും മറ്റും നേതൃത്വം കൊടുത്തത്. അങ്ങനെ കുറേയധികം പഞ്ചായത്തുകളിൽ ഒരുമിച്ച് മത്സരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 45 ഇടങ്ങളിലായിരുന്നു ഞങ്ങളന്ന് വിജയിച്ചത്. അതിലധികവും CPMുമായുള്ള ധാരണയാണ് LDF ഉണ്ടായത്. പിന്നീട് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ എന്ന ഒരു വിശാല സഖ്യം രൂപപ്പെട്ടിരുന്നില്ല. അത്തരമൊരു കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. വിശാലമായ ഒരു രാഷ്ട്രീയ ഐക്യനിര രാജ്യത്തുണ്ടായി വരണം. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ഞങ്ങൾ സംവദിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത്തരം ഒരു ഐക്യനിര രൂപപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചു. അതിൻ്റെ ഭാഗമായി 2019 UDFിനെയായിരുന്നു വെൽഫെയർ പാർട്ടി പിന്തുണച്ചത്. അതിനുശേഷമാണ് CPM വലിയ കടന്നാക്രമണം വെൽഫെയർ പാർട്ടിക്കെതിരെ നടത്തിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ചിട്ടുണ്ട്. UDFുമായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞിടങ്ങളിൽ LDFുമായി സീറ്റ് ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾക്ക് അനുകൂലമായ നിലപാടാണ് വെൽഫെയർ പാർട്ടിക്ക്. മുന്നണി രാഷ്ട്രീയവുമായി പുറംതിരിഞ്ഞ് നിൽക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. LDFുമായും UDFുമായും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിലും അത്തരം ചർച്ചകൾ തുടരും. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായവുമോ ഒന്നുമല്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഏറെ നാളത്തെ ദുരിതത്തിന് കാത്തിരിപ്പിനും ഒടുവിൽ മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിന് ശാപമോക്ഷം. 90 ലക്ഷം രൂപ ചെലവിൽ 2.5 കിലോമീറ്റർ ദൂരമാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുക. 50 ലക്ഷത്തോളം MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 10 ലക്ഷവും മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് 30 ലക്ഷം മുടക്കിയാണ് റോഡ് നവീകരണം. വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റും മറ്റു ഭാഗങ്ങളിൽ ടാറിങ്ങും നടത്തിയാണ് നവീകരണം. 4, 5, 6, 7 വാർഡുകളെ ബന്ധിപ്പിക്കുന്നതും മണ്ണൂരിൽ നിന്നും മങ്കര കൂട്ടുപാതയെത്താനുള്ള എളുപ്പമാർഗം കൂടിയാണിത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് തകർന്നത്. 2 വർഷമായി ജനങ്ങൾ ദുരിതം പേറുകയാണ്. പ്രവർത്തികൾ നടക്കുന്നതിനാൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഭാഗികമായും തുടർന്നങ്ങോട്ട് ഏകദേശം 1 മാസത്തോളം ഈ വഴി പൂർണ്ണമായും റോഡ് അടച്ചിടുമെന്നും ജനങ്ങളും വാഹനയാത്രക്കാരും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിതയും വാർഡംഗം VM അൻവർ സാദിഖും ആവശ്യപ്പെട്ടു. എന്തായാലും നാളെയും മറ്റന്നാളുമായി ഈ റോഡ് ഭാഗികമായും, അത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും അടച്ചിടും. ഏകദേശം 1 മാസത്തോളം നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിനുള്ള സമയം ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ ഈ റോഡ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ സഹകരിച്ചു പരമാവധി. അതുപോലെ തന്നെ ഈ 1 മാസത്തോളം മുഴുവൻ ആളുകളും സഹകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാ ആളുകളോടും പറയാനുള്ളത്. എല്ലാവരും ഈ റോഡ് പണി കഴിയുന്നത് വരെ പൂർണ്ണമായി വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിയിലൂടെ വാഹനങ്ങളെല്ലാം പോയി ഈ റോഡിന് തടസ്സമാകാത്ത രീതിയിൽ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പഴയലക്കിടി ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് ജമാഅത്തിൻ്റെ കീഴിലുള്ള 4 മദ്രസകൾ സ്മാർട്ടായി. 4 മദ്രസകളിലായ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ് മുറികളാണ് സ്മാർട്ടാക്കുന്നത്. ആധുനിക സംവിധാനങ്ങൾ, സ്മാർട്ട് പഠനമുറി, സ്മാർട്ട് TV, കുട്ടികളെ ആകർഷിക്കാനായി ചുവരിൽ വിവിധയിനം ചിത്രങ്ങൾ, അറബിക് എഴുത്തുകൾ എന്നിവയും സ്മാർട്ട് ക്ലാസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധ പരിശീലനം നേടിയ മദ്രസാധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പഴയലക്കിടി മദുല്ലും ഖുലും മദ്രസയിൽ നടന്ന സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മഹല്ല് സെക്രട്ടറി PA ഷൗക്കത്ത് നിർവഹിച്ചു. മുഴുവൻ മദ്രസകളിലും അൽഹംദുലില്ലാഹ് ഈ വർഷം സംസ്ഥയുടെ പുതിയ പാഠ്യപദ്ധതി സിലബസ് പ്രകാരമുള്ള 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ നിന്ന് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പഠന നിലവാരം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് ജമാഅത്തിന്റെ കീഴിലുള്ള 4 മദ്രസകളിലും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തമ്പുരാൻ സ്ഥിതിക്കുകയാണ്. ഇതിന് ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. പുതിയ സിലബസ് പ്രകാരം കുട്ടികൾക്ക് കണ്ടും കേട്ടും അറിഞ്ഞ് പഠിക്കുക എന്നുള്ള പുതിയൊരു പാഠ്യപദ്ധതിയാണ്. ഖത്തീബ് ബഷീർ അക്സരി അധ്യക്ഷത വഹിച്ചു. മുഫദീഷ് റഷീദ് ഫൈസി കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഭാരവാഹികളായ വി മുഹമ്മദ്, KV സയ്യിദ് മുഹമ്മദ്, വി ഗഫൂർ, P മുഹമ്മദ്, MK അബ്ദുൽ സലാം, K മൊയ്തീൻകുട്ടി, ഖാദർ ഉലുമി എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾ, മഹല്ല് ഭാരവാഹികൾ, ഉസ്താദുമാർ, മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മധുര വിതരണവും പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2 ദിവസങ്ങളിലായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഹാളിലും കേരള കലാമണ്ഡലം നിള ക്യാമ്പസിലുമായി നടന്നുവന്ന പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്കുകളിലെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ സർഗോത്സവം സമാപിച്ചു. അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ 600ഓളം കലാകാരികൾ മാറ്റുരച്ചു. പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്കുകളിലെ 13 സീരിയസുകളാണ് സർഗോത്സവത്തിൽ മത്സരിച്ചത്. കലാമണ്ഡലത്തിലെ വേദിയിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും നിളയുടെ ലാസ്യഭാവത്തിൽ താളമേളത്തോടെ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങൾ അവതരിപ്പിച്ചത് കലോത്സവത്തിൻ്റെ മാറ്റുകൂട്ടി. ചവിട്ടുനാടകവും കഥാപ്രസംഗവും സദസ്സുകൾക്ക് നവ്യാനുഭവമായി. സമാപന സമ്മേളനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമാകട്ടെ ആകണം എന്ന നിർദ്ദേശമാണുള്ളത്. കുടുംബശ്രീ രംഗം ലോകത്തിന് മാതൃകയാണെന്നും മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളവരാണെന്നും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്ക് കൂടുതൽ അർത്ഥമുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷെ കേരളത്തെ മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടി നടത്തിയ ഈ അടുത്ത കാലത്തെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ, ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റൊരിടപെടലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് നഫീസ KV മുഖ്യാതിഥിയായി പങ്കെടുത്തു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. പാഞ്ഞാൾ CDS 119 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. 104 പോയിന്റ് നേടി വരവൂർ CDS 2ാം സ്ഥാനം നേടി. തിരുവില്ലാമല CDS 98 പോയിന്റോടെ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ട്രോഫികൾ MLA സേവ്യർ ചിറ്റിലപ്പള്ളി വിജയികൾക്ക് വിതരണം ചെയ്തു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ S നായർ, മായ ടീച്ചർ, സാബിറ, വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു M, വാർഡ് മെമ്പർമാർ അജിത, സുലൈമാൻ PM, CDS ചെയർപേഴ്സൺ മിനി IG, വരവൂർ CDS ചെയർപേഴ്സൺ പുഷ്പ PK, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ വടക്കഞ്ചേരി ബ്ലോക്കിലെ CDS ചെയർപേഴ്സൺമാർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുഴൽമന്ദം മലമ്പുഴ ക്ലസ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. കുടുംബശ്രീ അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗോത്സവം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കുടുംബശ്രീയിലെ അംഗങ്ങളല്ലാത്തവരാരാ എന്ന് ചോദിച്ചാലാണ് വളരെ വിരലിലുണ്ടാവുന്ന ആളുകളെ ഓരോ പഞ്ചായത്തിലുണ്ടാവും. ഓരോ വാർഡുകളിലും അവിടെയുള്ള ഒട്ടുമിക്കവാറും സ്ത്രീ സമൂഹത്തിലെ അംഗങ്ങൾ കുടുംബശ്രീയുടെ ഭാഗമായി കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ആരംഭിച്ച് ഇന്നിപ്പോൾ കുടുംബശ്രീ എവിടെ എത്തി നിൽക്കുന്നു 27 വർഷമായപ്പോൾ എന്ന് ചിന്തിക്കുക. ശാക്തീകരണം സ്ത്രീകളിൽ മാത്രമല്ല, എല്ലാ കുടുംബങ്ങളിലും ശാക്തീകരണം നടന്നിരിക്കുക. തരൂർ MLA PP സുമോദ് അധ്യക്ഷത വഹിച്ചു. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, പെരിങ്ങോട്ടുകുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി, തേങ്കുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഭാർഗവൻ,
കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞിലക്ഷ്മി, കോട്ടായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, കുഴൽമന്ദം CDS ചെയർപേഴ്സൺ വി ദേവി എന്നിവർ സംസാരിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സതീഷ് സ്വാഗതവും കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC N ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്തിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് ഞാറക്കോട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മണ്ണൂർ 1-ാം മൈൽ മദ്രസയിൽ നടന്ന യാത്രയയപ്പ് യോഗം SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 13 പേരാണ് പ്രദേശത്ത് നിന്ന് ഹജ്ജിന് പോകുന്നത്. കുടുംബത്തിലൊക്കെ യാത്ര നടത്തി പരിപാടി നടത്തി ഇത് പോകാൻ പറ്റി ജീവിക്കേണ്ട കാരണം മാനഹാനി അങ്ങനെയൊന്നും ഇല്ലതിൽ അതാണ് സെക്കൻഡ് വരെ പോകാൻ പുറപ്പെടുന്ന സമയം വരെ അതെങ്ങനെയൊക്കെയാണ് അറിയില്ലല്ലോ. അതിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് തവക്കുലാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങണത്. പ്രത്യേകിച്ച് ഹജ്ജ് ഉള്ളത് യാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്ന യാത്രകൾക്ക് അങ്ങനെയാണ്. ചിലപ്പോൾ അതിനെപ്പറ്റി അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് എല്ലാവരും യാത്ര പറഞ്ഞ് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ എൻ്റെ മാനക്കെടുത്ത് ചിന്തിച്ച SYS ജില്ലാ സെക്രട്ടറി യൂസഫ് പത്രിവാല അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് സൈദലവി അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് അലി, KM അബ്ദുൽ ഹക്കീം, ഹംസ ഹാജി, അജ്മുൽ മുസ്ലിയാർ, VP ഇബ്രാഹിം, K സൈദലവി, സയ്യിദ് മുഹമ്മദ് ഹാജി, K സുലൈമാൻ, മുത്തുക്കോയ തങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ വയലേല വീട്ടിൽ ഗോപിനാഥൻ്റെ 6 മാസം പ്രായമുള്ള മകൻ ദൈവിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി മുള്ളൂർക്കര വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 1,56,000 രൂപ കുട്ടിയുടെ അച്ഛന് കൈമാറി. ഓട്ടോ ഡ്രൈവേഴ്സ് ഭാരവാഹികളായ പ്രസിഡന്റ് PS സുലൈമാൻ, സെക്രട്ടറി KM കബീർ, ട്രഷറർ TM ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ ചേർന്നാണ് തുക കൈമാറിയത്. ഇതുവരെ 12 ലക്ഷം രൂപ മാത്രമാണ് ചികിത്സയ്ക്കായി സമാഹരിക്കാനായത്. 35 ലക്ഷം രൂപ ചികിത്സാ ചെലവിനായി മാത്രം വേണം. സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബം. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ, അബ്കാരി, അധാർമിക സംഘത്തിൻ്റെ വിളനിലമായി മാറിയെന്ന് ബെന്നി ബെഹനാൻ MP. 3.5 കോടി ജനങ്ങൾക്കുമേൽ 6 ലക്ഷം കോടി കടബാധ്യതയുണ്ടാക്കിയതാണ് ഇടതു സർക്കാരിൻ്റെ വികസനമെന്നും ബെന്നി ബെഹനാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് ധർണ. ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. നെല്ല് സംഭരണവും വിലവിതരണവും വേഗത്തിലാക്കും. പാലക്കാട് നല്ലേപ്പള്ളി താമരച്ചിറയിൽ കർഷകരുമായി മന്ത്രിയുടെ സംവാദം. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമം രാജ്യത്ത് ശക്തിപ്പെടുകയാണെന്നും ഹമീദ് വാണിയമ്പലം. തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ ഏതു പാർട്ടി ചർച്ചയ്ക്ക് വന്നാലും വാതിൽ തുറന്നു തന്നെ ഇരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നും ഇതിൽ മാറ്റമുണ്ടാകാമെന്നും റസാഖ് പാലേരി. തകർച്ചയിലായ മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിന് ശാപമോക്ഷം. 90 ലക്ഷം രൂപ ചെലവിൽ 2.5 കിലോമീറ്റർ പാത നവീകരിക്കും. നിറവേറുന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം. പൂരത്തിൽ ആറാടി തൃശൂർ. കൊട്ടിക്കയറി മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും. വിസ്മയം തീർത്ത് വർണ്ണക്കുടമാറ്റം. മണ്ണിലും വിണ്ണിലും പൂരം മാത്രം. പതിവരാ കാഴ്ചകളിൽ ലയിച്ച് 10,000. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.